കോട്ടയം ജില്ലയുടെ അപ്പർ കുട്ടനാടൻ മേഖലകളിൽ ഉൾനാടൻ ടൂറിസത്തിന് തിരിച്ചടിയായി പോളശല്യം. കല്ലറ അടക്കമുള്ള പ്രദേശങ്ങളിലെ തോടുകളിലാണ് പോള നിറഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായത്. ബോട്ടുടമകൾ അടക്കമുള്ളവർ വലിയ ദുരിതത്തിലാണ്. ഇതാണ് സുരേഷ് കുമാർ. ഈ കാണുന്ന ബോട്ട് ഓടിച്ചാണ് ഉപജീവനം നടത്തുന്നത്. പോള മാറ്റാൻ പലയിടത്തും പരാതി പറഞ്ഞിട്ടും അധികൃതരാരും തിരിഞ്ഞു നോക്കിയില്ല. ഏറ്റവും ഒടുവിൽ പോള മാറ്റാൻ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സുരേഷ്. 9 കിലോമീറ്ററിലധികം പോള ഇതിനോടകം തന്നെ ഈ ബോട്ട് ജീവനക്കാരൻ വാരിക്കഴിഞ്ഞു. പോള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ പഞ്ചായത്തുകാരോ അല്ലെങ്കിൽ നമുക്ക് യാതൊരു സഹായങ്ങളൊന്നും ഇവിടെ നമുക്ക് ചെയ്തു തരുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് ഒരു പെർമിറ്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4 മാസത്തോളമായിട്ട് ഓട്ടോ ഇല്ല. ഈ പരുവത്തിൽ കിടക്കുന്നിടത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ടൂറിസത്തിന് ഒരു സ്കോപ്പുമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ചെറിയ രീതിയിലുള്ള പ്രസ്ഥാനം തുടങ്ങി. പ്രധാനമന്ത്രിയുടെ PMEGP സ്കീമിൽ കല്ലറ SBI ബ്രാഞ്ചിൽ നിന്ന് ലോൺ എടുത്താണ് നമ്മൾ ഈ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത്. വിനോദസഞ്ചാരികളെ അപ്പർ കുട്ടനാടിന്റെ സൗന്ദര്യം നേരിട്ട് കാണിച്ചു നൽകുന്നത് ഈ ബോട്ടുകാരാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ ദുരിതത്തിലാണ് ഇവർ. തോടുകളിൽ പോള നിറഞ്ഞ് ഒഴുക്ക് നിലച്ചതോടെ ബോട്ടുകൾ ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇതോടെ വിനോദസഞ്ചാരികൾ ബോട്ടുകളിൽ കയറുന്നതും നിർത്തി. ടൂറിസത്തിന് വലിയ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഈ പോള കയറി കിടന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഇത് ഓടിക്കാൻ പറ്റത്തില്ല. ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇഞ്ചൻ പോവും, വെള്ളം മൊത്തത്തിൽ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം വരെ ആൾ വന്നിട്ടിരുന്നു. അപ്പം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് വന്ന വിനോദസഞ്ചാരികൾ കയറാൻ പറ്റാതെ പോവുക. കടം വാങ്ങിയും മറ്റുമാണ് പലരും ബോട്ട് ഇറക്കിയത്. എന്നാൽ ഇപ്പോൾ ലോൺ തിരിച്ചടവ് മുടങ്ങിയിരിക്കുകയാണ്. കുമരകമടക്കമുള്ള മേഖലയിലെ ടൂറിസം വികസനങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്ന അധികൃതർ കല്ലറയടക്കമുള്ള പ്രദേശങ്ങളെയും പരിഗണിക്കണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പർ കുട്ടനാടിന്റെ ടൂറിസം ഭാവിയാണ് ഇങ്ങനെ പോളയിൽ കുരുങ്ങിക്കിടക്കുന്നത്. അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ അത് ടൂറിസം മേഖലയ്ക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.